ഹായ്, ജോഷി ചള്ളിയൽ, എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ. ഇന്ന് നമുക്ക് ബിൽഡിങ്ങുകളുടെ ഫൗണ്ടേഷനിൽ ഉണ്ടാവുന്ന ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്താണ് എന്ന് നോക്കാം. നമുക്ക് പല ബിൽഡിങ്ങുകളും നമ്മൾ വിവിധ രീതിയിൽ അത് താന്നു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ താന്നു പോകുന്നെന്ന് പറയുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് പോകുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ അത് ഡയഗണലി താന്നു പോകുന്നു. അപ്പോൾ അതിന് പല കാരണങ്ങൾ അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ആ കാരണങ്ങളിൽ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് പ്രധാന കാരണം മണ്ണിന്റെ വേരിയബിലിറ്റിയാണ്. നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലെ മണ്ണുകളാണ്. അപ്പോൾ പല ലെയർ ബൈ ലെയർ ആയിട്ട് മണ്ണുകളുടെ ഡിഫറെന്റ് സ്ട്രാറ്റകൾ ഉണ്ടാവാം. അപ്പം അതിൽ ക്ലേ ഉണ്ടാവാം, സോയിൽ ഉണ്ടാവാം, ഗ്രാവൽ ഉണ്ടാവാം, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും ഡീക്കേഡ് വുഡിന്റെ ലെയർ ഉണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള പല വേരിയസ് ആയിട്ടുള്ള കംപ്രഷൻ അതല്ലെങ്കിൽ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള സോയിലാണുള്ളത്. ഈ ലെയറുകളിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ നമ്മളൊരു കെട്ടിടം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിഫറൻഷ്യൽ ബിൽഡിങ്ങിന് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടന്റ് ആണ്. ഈ മണ്ണിനകത്തുണ്ടാകുന്ന മോയ്സ്ചർ കണ്ടന്റ് ചിലപ്പോൾ വാട്ടർ ടേബിളിൽ വാട്ടർ സാച്ചുറേറ്റ് ആവാം. അപ്പം ഓരോ ലെയർ മണ്ണുകളും അത് മോയ്സ്ചറിന്റെ സാന്നിധ്യത്തിൽ അല്ലെ വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ ഡിഫറൻഷ്യൽ ആയിട്ട് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ളത്. അത് സാധാരണ ഒരു ചെറുമണ്ണിലൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ 100% സാച്ചുറേറ്റ് ആയിട്ട് ഫുൾ ലോഡ് എടുക്കും, ഫുൾ കോമ്പാക്ട് ആവും. പക്ഷേ അതിനകത്തൊരു 30% വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബൾക്ക് ചെയ്ത് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ ക്ലേ ആണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ സിൽറ്റി സാൻഡ് ആണെങ്കിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റി കുറയുന്നത് കാണാം. അത് ഡ്രൈ ആയിരിക്കുമ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്നത് കാണാം. ഇതെല്ലാം കെട്ടിടത്തിന്റെ ഫൗണ്ടേഷന്റെ സെറ്റിൽമെന്റിനെ ബാധിക്കുന്ന കാരണങ്ങളാണ്. അടുത്തത് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ കെട്ടിടം പണിയുമ്പോൾ ഈവൻ ആയിട്ടുള്ള ലോഡ് ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കുറയ്ക്കുന്നതാണ്. അതായത് എല്ലാ ലെവലിലും ഒരേപോലെ വെയിറ്റ് താങ്ങുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളുടെ പ്ലാനിങ്. അതേസമയത്ത് പ്രോപ്പറായ ഫൗണ്ടേഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. പക്ഷെ ചില സെറ്റിൽമെന്റ് സാധ്യതയുള്ള മണ്ണുകളിൽ എപ്പോഴും ഈവൻ ആയിട്ട് വേണം ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട്. രണ്ടാമതുണ്ടാകുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിടങ്ങളുടെ പണിയുന്ന സമയത്ത് എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ലാതെ ചെയ്യുന്ന മെത്തേഡ്. ഇപ്പൊ നാട്ടുപുറങ്ങളിലൊക്കെ റബിൾ വർക്കൊക്കെ ചെയ്ത് ചെയ്യാറുണ്ട്. പക്ഷെ ചുരുമണ്ണിലാണെങ്കിൽ നല്ലതുപോലെ കോമ്പാക്ട് ചെയ്ത് CC ഇട്ടിട്ട് അത് ചെയ്തില്ലെങ്കിൽ അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തൊരു കാര്യം എന്നുള്ളത് നിയർ ബൈ കൺസ്ട്രക്ഷൻസ്. നിയർ ബൈ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ഭൂമിയിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ എക്സ്കവേഷൻസ് അത് നമ്മുടെ കെട്ടിടത്തിന് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ചാൻസസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ പൈലൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വൈബ്രേഷൻ മൂലം ചിലപ്പോൾ സെറ്റിൽമെന്റ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു വേണം നമ്മുടെ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ പ്ലാൻ ചെയ്യാനായിട്ട്.